നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിത്ര 36 നമ്പർ അംഗനവാടിയിലെ ഗ്യാസ് സിലിണ്ടർ കാണാനില്ല. തുടർന്ന് ശിശുക്ഷേമ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അംഗനവാടി വർക്കർ ഗ്യാസ് സിലിണ്ടർ ഓട്ടോറിക്ഷയിൽ സ്വന്തം വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ചിറവൂർ വാർഡിലെ കിഴക്കുംഭാഗം അംഗനവാടിയിലെ വർക്കറാണ് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയത്. ചിറയിലെ അംഗൻവാടിയിലെ ഗ്യാസ് സിലിണ്ടർ കടത്തിക്കൊണ്ടുപോയി എന്ന് ശിശുക്ഷേമ വകുപ്പിന് രഹസ്യവിവരം തുടർന്ന് ശിശുക്ഷേമ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അംഗനവാടി വർക്കർ ഗ്യാസ് സിലിണ്ടർ ഓട്ടോറിക്ഷയിൽ സ്വന്തം വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ചിറവൂർ വാർഡിലെ കിഴക്കുംഭാഗം അംഗനവാടിയിലെ വർക്കറാണ് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയത്. ചിതറയിലെ അംഗൻവാടിയിലെ ഗ്യാസ് സിലിണ്ടർ കടത്തിക്കൊണ്ടുപോയി എന്ന് ശിശുക്ഷേമ വകുപ്പിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അംഗനവാടികളിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 36 നമ്പർ അംഗനവാടിയിലെ മാർച്ച് മാസം ആദ്യവാരമെടുത്ത ഗ്യാസ് സിലിണ്ടർ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ചിറവൂർ വാർഡിൽ 36 നമ്പർ അംഗൻവാടി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിലോട്ടേക്കാണ് ഞാൻ വിരലിച്ചുകൊണ്ടത്. അവിടെ അംഗൻവാടിയിൽ സൂക്ഷിച്ചിരുന്ന, അതായത് കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന സിലിണ്ടർ മോഷണം പോയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു വന്നപ്പോൾ ആദ്യം ഹെൽപ്പറും വർക്കറൊന്നും ഇത് കണ്ടില്ലെന്ന് എടുത്തില്ലെന്നൊക്കെയാണ് പറയുകയും, എന്നാൽ അന്വേഷണം ശക്തമാക്കിയപ്പോൾ അത് ഹെൽപ്പർ എടുത്തുകൊണ്ട് പോയതായിട്ട്, വർക്കർ എടുത്തുകൊണ്ട് പോയതായിട്ട് സമ്മതിക്കുകയും ചെയ്യും. ഇത് വെറും ഒരു നിസ്സാരവൽക്കരിച്ച് കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ, പാചക സിലിണ്ടർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടി പോഷകാഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന അംഗൻവാടികളിൽ കൊടുക്കുന്ന സിലിണ്ടർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയെന്നാലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ഈ നടപടി തികച്ചും തെറ്റാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ടവർക്കെതിരെ എടുക്കണമെന്നാണ് നമ്മളുടെ അഭിപ്രായം. ഒരു കാരണവശാലും ഇതങ്ങനെ നിസ്സാരവൽക്കരിച്ച് ചെയ്ത് കളയാൻ പറ്റുന്നതല്ല. ഇതിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പഞ്ചായത്തും, ഇത് പഞ്ചായത്തിനൊക്കെ പേരുദോഷം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു അംഗൻവാടിയിൽ ഇങ്ങനെയുള്ളൊരു മോഷണം നടക്കുമ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരും അതിന്റെ തലപ്പത്തിരിക്കുന്നവരും കാണിക്കുന്ന അനാസ്ഥയും അനാസ്ഥ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അത് കാരണം കൃത്യമായി ഇത് അന്വേഷിച്ച് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇതിനെതിരെ മുകളിലുള്ള എല്ലാ രീതിയിലുള്ള പരാതികളും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ശക്തമായ പ്രതിഷേധവും നമ്മൾ ഈ വിഷയത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം വീട്ടിലുണ്ടായിരുന്ന ഒഴിഞ്ഞ സിലിണ്ടർ അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയായിരുന്നു. ഗ്യാസ് ഉപയോഗത്തിനായി പൊട്ടിക്കുമ്പോൾ ഫയലിൽ രേഖപ്പെടുത്തണം. എന്നാൽ ഈ കുട്ടിയുടെ ഒരു വിവരവും ഫയലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ നിർവാഹമില്ലാതെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയതാണെന്ന് സമ്മതിച്ചു. ഇവരിൽ നിന്നും വിശദീകരണം വാങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ അംഗനവാടി വർക്കറുടെ വിശദീകരണം പ്രശ്നം പരിഹരിച്ചെന്നും കൂടുതൽ അറിയണമെങ്കിൽ ചിതറ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്.